എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ സ്മാർട്ട് ടോക്സിൽ എങ്ങനെയാണ് നമ്മൾ ചാനൽ പാർട്ട്ണർ സിസ്റ്റത്തിൽ ബില്ല് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഒരു ഗ്ലോറി ഫുഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഓട്സ് അത് കേവലം 370 രൂപക്കുള്ളൊരു 500 ഗ്രാമിൻ്റെ 2 പാക്കേജ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് ഒരു മാസം നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു RP നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു RP എന്ന് പറയുമ്പോൾ അറൗണ്ട് 40 രൂപ പർച്ചേസ് ചെയ്യുന്ന പാർട്ടിക്ക് നമ്മുടെ റെഡീം വാലറ്റിൽ നിന്ന് റെഡീം ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ബില്ല് ഏഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ സൈറ്റ് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചാനലിൽ പോവുക. ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ നമ്മൾ ചാനൽ പാർട്ട്ണർ ബില്ല് ഏഡ് ചെയ്യുന്ന പ്രൊവിഷനിലേക്ക് പോവുക. അവിടെ വന്നിട്ട് നമുക്ക് ആഡ് ബില്ല്, ഇതാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. ഇവിടെ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാം. ഇപ്പോൾ സ്കാനർ എൻ്റെ മുമ്പിലില്ല, അപ്പോൾ ഞാൻ ആ QR കോഡ് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. QR കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തു. ആ സമയത്ത് നമുക്ക് ബിൽ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ബിൽ ഡേറ്റ് നമുക്ക് വന്നിട്ട് 17-ാം തീയതിയാണ് എൻ്റെ ബില്ല് ചെയ്തിരുന്നത്. ഇന്ന് പ്രോഡക്റ്റ്സ് കിട്ടുമ്പോൾ ആ പ്രോഡക്ട്സിനോടൊപ്പമാണ് അവർ ബില്ല് അയക്കുന്നത്. നമ്മൾ സാധാരണ അതിൽ അവരുടെ ആ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. 370 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഏതിലത്തേക്കാണോ പ്രോഡക്റ്റ്സ് വരേണ്ടത്, ആ അഡ്രസ്സ് അതിൽ തന്നെ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഏത് പ്രോഡക്റ്റ്സ് ആണോ വേണ്ടത്, അതിൽ 2 തരം പ്രോഡക്റ്റ് ഉണ്ട്. ഒന്ന് ഡയബറ്റിക് പേഷ്യൻ്റിനുള്ളത്, ഒന്ന് അല്ലാത്തതുള്ളത്. അത് ഏത് പ്രോഡക്റ്റ്സ് ആണ് വേണ്ടത് നോക്കിയിട്ട് അതിലത്തേക്ക് നമ്മൾ സെൻഡ് ചെയ്യുക. അത് അവർക്ക് അവിടെ കിട്ടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഇതെടുത്ത് കൊറിയർ ചെയ്യും. കൊറിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കൊറിയറിൻ്റെ കൂട്ടത്തിൽ തന്നെ ബില്ലുണ്ടാവും. ആ ബില്ലാണ് നമുക്ക് ഏഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഇത് വന്നു, ഗ്ലോറി ഫുഡ് വന്നു. തന്നെ അതിൽ വന്നിട്ട് നമുക്ക് 27.5% നമുക്ക് അതിൽ മാർജിൻ കിട്ടുന്നുണ്ട്. മില്ലറ്റ് ഓട്സ് ആണ്. ദെൻ എൻ്റർ എമൗണ്ട് ഞാനിതിൽ 370 രൂപയാണ് ഞാൻ പേ ചെയ്തത്. ആ 370 രൂപ കൊടുത്തു. ആഡ് ബില്ല്. ഇതിൽ നമുക്ക് ബിൽ നമ്പർ ചോദിക്കുന്നുണ്ട്, അത് ഏഡ് ചെയ്യാൻ വിട്ടുപോയി. ബിൽ നമ്പർ നമുക്കിതിൽ 513 ഓക്കെ, അതും ഏഡ് ചെയ്തു. ദെൻ ആഡ് ബില്ല് കൊടുത്തു. ഓക്കെ കൊടുത്തു. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വ്യൂ ബില്ലിലേക്ക് പോകാം. ആഡ് ചെയ്ത ബില്ല് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ വ്യൂ ബില്ല് ഇന്നത്തെ ഡേറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഡേറ്റിൽ വന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, 17-ാം തീയതിത്തെ ഡേറ്റിലേക്ക് നോക്കാം. ആ ബില്ലിൻ്റെ ഡേറ്റ് കൊടുത്തപ്പോൾ ബില്ല് ഇതിൽ കയറി വന്നു. ഇപ്പോൾ നമ്മൾ ബില്ല് ചെയ്തത് ഇന്ന് ഞാൻ സിസ്റ്റത്തിലേക്ക് ഏഡ് ചെയ്തത് എന്നാണെങ്കിലും ആ ബില്ല് ചെയ്തിരിക്കുന്നത് 17-ാം തീയതിയാണ്. അപ്പോൾ ഏത് ഡേറ്റിനാണോ ബില്ല് ചെയ്തത് അതാണ് കൊടുക്കേണ്ടത്. ഇവിടെ കയറി വന്നു. ഓർഗാനിക് ഫുഡ് പ്രോഡക്ട്സ് ഇതിൽ നമുക്ക് 1.02 RP ഏഡ് ചെയ്തു. ഇവിടെ ഇത് പ്രോസസ്സിങ്ങിലാണ് കാണിക്കുന്നത്. ഈ പ്രോസസ്സിങ്ങിൽ കാണിക്കുന്ന ആ ഷോപ്പ് അത് എടുത്തിട്ട് കൺഫേം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അത് കൺഫേംഡ് കാണിക്കും. കൺഫേംഡ് കാണിക്കുന്ന സമയത്ത് നമുക്കിവിടെ റിവാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്ലോറി ഫുഡ്സിൻ്റെ പ്രോസസ്സിങ്ങിൽ കിടക്കുന്നുണ്ട്. ഈ പ്രോസസ്സിങ്ങിലുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറിലേക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് വരും. ആ സമയത്ത് നമ്മൾ വീണ്ടും ഇതിൽ നോക്കിയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഗിഫ്റ്റായിട്ട്, ഗിഫ്റ്റായിട്ട് മീൻസ് ഞാനിവിടെ നേരത്തെ വന്നിരിക്കുന്ന ഗിഫ്റ്റിൻ്റെ കാണിക്കാം, വൗച്ചർ കാണിക്കാം നമുക്ക്. ഓൾറെഡി നമുക്ക് വന്നിരിക്കുന്ന ഇത് കണ്ട, ഇതൊക്കെ ഓൾറെഡി ഓരോ ഷോപ്പിൽ നിന്നും നമുക്ക് കൺഫേം ചെയ്ത ഷോപ്പിൽ നിന്ന് വന്നിരിക്കുന്ന എമൗണ്ടാണ്. ഇങ്ങനെയാണ് നമ്മുടെ വാലറ്റിലുള്ള ക്യാഷ് റെഡീം ചെയ്യാം. ഇതെല്ലാം, ഈ എമൗണ്ടെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ പാർട്ട്ണർ സിസ്റ്റത്തിലേക്ക് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓക്സിപേ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ ബാങ്കിൽ നിന്ന് ക്യാഷ് അയക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഈ ക്യാഷ് അയക്കുകയും ചെയ്യാം. ഇതാണ് നമുക്ക് ബില്ല് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ. അപ്പോൾ എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ മാസം ഇന്നിപ്പോൾ 26 ഒരു മാസത്തെ മിനിമം പർച്ചേസിങ് 1 RP വേണം എന്നുള്ള നിബന്ധനയുണ്ട്. അത് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും നാളെയായിട്ട് ഇത് പർച്ചേസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ പ്രോഡക്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് പ്രോഡക്ട്സിൻ്റെ ബില്ല് അഡ്വാൻസ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് എത്തിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഫോളോ അപ്പ് ചെയ്ത് പോവുക. ഓക്കെ, താങ്ക് യു.